ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് അല്ലേ? നല്ലതായിട്ടും അതുപോലെ തിരിച്ചറിയും. നമുക്ക് ഓരോരോ പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് തിരിച്ചറിവുകളാണ് നമ്മൾ നേടുന്നത്. നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്ക് കുറച്ച് ഹാർഡസ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹാർഡസ്റ്റിനെ നമുക്ക് ശരിക്കും പറഞ്ഞൊരു അരിപ്പൊടിയില്ലേ നമ്മൾ അത് അരി എടുത്തിട്ട് നമ്മൾ മെഷീനിട്ട് പൊട്ടിക്കും, അതുപോലെ ആകും. അതുകൊണ്ട് ഇനി എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുമെന്നില്ല ഒരു ഐ ക്യാൻ എന്ന് പറഞ്ഞൊക്കെ ശരിക്കും അത് സിമ്പിളാണ്. ഇപ്പം എനിക്കിപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ ഈ പറഞ്ഞ ഞാനായാലും ഫസ്റ്റ് കുറച്ചൊന്നും പതറും. ഇനി മനസ്സിനോട് ചിന്തിക്കും ഇതിനെക്കാട്ടും വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സോ ശബ, നിനക്ക് പറ്റും, നിനക്ക് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റുമല്ലോ എന്ന് നമ്മൾ സെൽഫിനെ തന്നെ എന്താക്കണം, പുഷ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നില്ല. ഒരു ഇമോഷണലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണമെന്നില്ല. ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഒന്ന് ഫിസിക്കൽ പ്രസൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവട്ടായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചത് ഒറ്റക്കാണ്, മരിക്കുന്നത് ഒറ്റക്കാണ്. സോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതിനാണ്. കാരണം ഇനി എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അവരെന്താക്കും, അവിടുന്ന് ഇങ്ങനെ മുളച്ച് വരും. അപ്പം എനിക്ക് എൻ്റെ മോളെ പ്രസവിച്ച മുതൽ ഈ ഒരു സമയം വരെ മോൾക്ക് 6.5 വയസ്സായി. ഈ 6.5 വർഷങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ വളർന്നിട്ടേ ഉള്ളൂ. ഞാൻ ഒരിക്കലും പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് അന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കത് അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് എൻ്റെ മോളെ അല്ലാഹ് തന്നതാണ്. അപ്പം നമുക്ക് അവളായിട്ടുള്ള ലൈഫ് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഒരിക്കലും എൻ്റെ മോളെ ഡിഫിക്കൽട്ട് അല്ല, ഭയങ്കര ഈസിയാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാരണം ചില പാരൻസ് ഉണ്ടാവും, എനക്കൊരു കുഴപ്പമൊന്നുമില്ല, എനക്ക് നല്ല തന്നെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ പാരൻസിന് ശരിക്കും ഡിപ്രഷൻ ഉണ്ടാവും. പക്ഷെ അത് അവര് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, അവരെ ഞാൻ അങ്ങനെയൊന്നല്ലേ. എനിക്ക് എന്ന് പറഞ്ഞാല് സ്ട്രെസ് ഉണ്ടെന്ന് തന്നെ പറയും. കാരണം ഉണ്ടാവും. ഈ ഒരു